ബേസിക് കൺസെപ്റ്റ് വെക്ടറിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ജസ്റ്റ് ശ്രദ്ധിക്കുക. ലെറ്റ് എൽ ബി എനി സ്ട്രേറ്റ് ലൈൻ ഇൻ പ്ലെയിൻ ഓർ 3-dimensional സ്പേസ്. അതായത് 3-dimensional സ്പേസിൽ ഒരു ലൈൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. ദിസ് ലൈൻ ക്യാൻ ബി ഗിവൺ 2 ഡയറക്ഷൻ മീൻസ് ഓഫ് ആരോ ഹെഡ്സ്. ഏതൊക്കെയാണ്? വൺ ഓഫ് ദി ഡയറക്ഷൻ പ്രിസ്ക്രൈബ്ഡ് ഈസ് കോൾഡ് ഡയറക്റ്റഡ് ലൈൻ. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ആരോ ഉണ്ടെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ആണെന്ന് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഡയറക്ഷൻ അതിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡിങ് പോയിന്റും ഒരു ഡയറക്ഷൻ വെക്ടറും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വെക്ടർ ആയിട്ട് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. നൗ if we restrict the line to the segment AB, then a magnitude is prescribed on the line to one of the two direction, so that we obtain a directed line segment. Okay, thus a directed line segment has magnitude as well as എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അടുത്ത എന്തുകൊണ്ട്, ഡയറക്ഷനും ഉണ്ട്. A quantity that has a magnitude as well as a direction is called എന്ത്, വെക്ടർ. ഓക്കെ, അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, വെലോസിറ്റി അല്ലെങ്കിൽ ഏതാണ്, ഫോഴ്സ്. നമ്മൾ ഫോഴ്സ് 10 ന്യൂട്ടൺ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏത് ഡയറക്ഷനിൽ 10 ന്യൂട്ടൺ കൊടുത്തു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ഈ 10 ന്യൂട്ടൺ ലെഫ്റ്റിലോട്ട് കൊടുക്കുന്നു, 10 ന്യൂട്ടൺ റൈറ്റിലോട്ട് കൊടുക്കുന്നു, ലെഫ്റ്റിലോട്ട് കൊടുക്കുന്നു, ടോപ്പിലോട്ട് കൊടുക്കുന്നു, ബോട്ടത്തിലോട്ട് കൊടുക്കുന്നു, ടോപ്പിലോട്ട് കൊടുക്കുന്നു, എല്ലാം എന്താണ്, ഡിഫറെൻ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, directed line segment is a vector denoted by vector AB or simply small vector a, read as vector AB or vector A. അപ്പം ആ ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, വെക്ടർ എ ബി. ഈ കാണുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്. ഈ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റിനെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വെക്ടർ എ ബി ഓർ വെക്ടർ എ. The point A from where the vector AB starts is called initial point. A ആണ് initial point, and the point B where it is end is called എന്താണ്, terminal point. End ചെയ്യുന്ന B ആണ് terminal point, start ചെയ്യുന്ന A ആണ് എന്തെന്ന് പറയുന്നത്, initial point. The distance between initial and terminal point of a vector is called magnitude or length of a vector denoted by absolute value of AB. ഇതിനെ നമ്മൾ absolute value of AB അല്ല magnitude എന്ന് പറയും, or absolute value of A or A. The arrow indicates the direction of the vector. Arrow എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, direction of the vector. Since the length is never negative, the notation absolute value less than 0 has no meaning. Length is never negative, the notation absolute 0 has no meaning. അതായത് ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല, അതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ പോസിറ്റീവ് ആയിരിക്കും. Three-dimensional right-handed rectangular coordinate system. Already plus one പഠിച്ചാണ്. Consider a point P in space having coordinate x, y, z. X, y, z എന്നുള്ള കോർഡിനേറ്റ് ഉണ്ട്. With respect to the origin 0, 0 ആണ്. The vector OP having O and P as initial and terminal point respectively equal to position vector of a point P with respect to O. അതായത് ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നു. ഓക്കെ, യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒ പി എന്ന് പറയുന്നത് എത്രയാണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഇസഡ് മൈനസ് 0 ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് ഫോർമുല. ഇൻ പ്രാക്ടീസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് എ കോമ ബി സി വിത്ത് റെസ്പെക്ട് ടു ഒറിജിനോ ഡിനോട്ടഡ് ബൈ വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എന്ന് പറയും. അതായത് ഇതാണ് പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയുന്നത്. ഇനി പല പോയിന്റ് ഉണ്ടെങ്കിൽ എയുടെ പൊസിഷൻ വെക്ടർ എ, ബിയുടെ പൊസിഷൻ വെക്ടർ ബി, സിയുടെ പൊസിഷൻ വെക്ടർ സി. ഓക്കെ, ഇപ്പൊ ബിയുടെ കോർഡിനേറ്റ് 1, 2, 3 ആണെന്ന് വിചാരിക്കുക. 1, 2, 3 ആണെങ്കിൽ വെക്ടർ ബി നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യും, i + 2j 3k. ഇങ്ങനെയാണ് നമ്മൾ വെക്ടർ രീതിയിൽ പൊസിഷൻ വെക്ടർ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ പഠിക്കും. ഓക്കെ, ബേസിക്കലി ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നു, പൊസിഷൻ വെക്ടർ ആയിട്ട് പറയുന്നത്. ഡയറക്ഷൻ കൊസൈൻ. കൺസിഡർ ദ പൊസിഷൻ വെക്ടർ ഒ പി. ഇതാണ് ഒ പി.
ഓർ ആർ, അതിൻ്റെ പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയും, ഓഫ് പോയിന്റ് എക്സ് വൈ സെഡ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ പൊസിഷൻ വെക്ടർ ആർ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മളിങ്ങനെ എക്സ് കോർഡിനേറ്റ്, വൈ ആക്സിസ് ഇസഡ് കോർഡിനേറ്റ്, എക്സ് ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസ്, എക്സ് ആക്സിൽ എക്സ് ഡിസ്റ്റൻസ്, വൈ ആക്സിസിൽ വൈ ഡിസ്റ്റൻസ്, ഇസഡ് ആക്സിസ് ഇസഡ് ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദി ആംഗിൾ ആൽഫ, ഓക്കെ, the angle alpha beta gamma made by vector with the positive direction of x is called direction angle. ശ്രദ്ധിക്കുക, അതായത് ഈ ആറ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് ആൽഫ. ഈ ഗ്രീനിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് ആൽഫ. ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഏതാണ് ബീറ്റ. ബീറ്റ ഏതാണ് വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്നത്, ഇതാണ് ബീറ്റ. അടുത്ത ഏതാണ് ഗാമ. ഗാമ ഏതാണ് ഇസഡ് ആക്സിസുമായിട്ട്. ഇതെല്ലാം നമ്മുടെ ആര് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, ആറ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഈ ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, the cosine value of this angle cos alpha, cos beta, cos gamma are called the direction cosine of position vector r, usually denoted by L, M, N. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു പോയിന്റ് പി ഉണ്ട്, എക്സ് വൈ സെഡ്, പൊസിഷൻ വെക്ടർ ആർ ആണ്. എക്സ് ആക്സിസുമായിട്ട് ആ ലൈൻ എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നു, അതാണ് ആൽഫ, ആ ഗ്രീനിൽ കാണുന്നത്. വൈ ആക്സിസുമായിട്ട് ഈ ലൈൻ എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നു, അതാണ് ബീറ്റ, അതാണ് യെല്ലോയിൽ കാണുന്നത്. ഇസഡ് ആക്സിസുമായിട്ട് എത്ര ഡിഗ്രി മേക്ക് ചെയ്യുന്നു, അത് റെഡിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ് ആൽഫ കോസ്, അതിനെയാണ് ഡയറക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ, ഡയറക്ഷൻ കൊസൈൻസ്, കാരണം കോസ് എടുക്കുന്നു, അതുകൊണ്ടാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ L, M, N കൊണ്ട് എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ്. ഓക്കെ, ഫ്രം 10.3 എന്തായിരിക്കും, വി മേ നോട്ട് ദാറ്റ് ദ ട്രയാങ്കിൾ ഒ എ പി ഏതാണ്, ഈസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ ആണ്, ഒ എ പി. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന ഒ എ പി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇതാണ് ഒ, ഇതാണ് എ, ഇതാണ് പി. ഓക്കെ, ഒ എ പി. കാരണം അവിടെ എക്സ് ആക്സിസിലോട്ട് എന്ത് ചെയ്യാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 3 ഡയമെൻഷൻ ആയതുകൊണ്ടാണ് ഇത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് ഇങ്ങോട്ട് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ്, ഇതാണ് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വി മേ നോട്ട് ദാറ്റ് ദ ട്രയാങ്കിൾ ഒ എ പി, ശ്രദ്ധിക്കുക, ഒ എ പി ഇതിലൂടെ വരച്ചിരിക്കുന്നത് നോർമൽ ആണ്. ഓക്കെ, കാരണം വേറെ ഏത് ആക്സിസിലോട്ട് എടുത്താലും, ഏതാണ് വൈ ആക്സിസിലോട്ട് നോർമൽ വരയ്ക്കാം, ഇസഡ് ആക്സിസിലോട്ട് അത് എന്ത് ചെയ്യാം, നോർമൽ വരയ്ക്കാം. ഓക്കെ, ഒ എ പി ഇസ് റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് ഈസ് ഹാവ് കോസ് ആൽഫ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊസൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ആ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, ഇത് എത്രയാണ്, ആൽഫയാണ്. കോസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ്. കാരണം ഓക്കെ അല്ലേ, നൗ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഓക്കെ, ഇതായിരിക്കും ആറ്, ഇതായിരിക്കും എക്സ്. ഓക്കെ, കൊസൈൻ ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും, അഡ്ജസൻറ്റ് സൈഡ്, ഈ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, ഹൈപ്പോട്ടനീസ് ഏതായിരിക്കും, ഇതായിരിക്കും ഡയഗണലായിട്ട് വരുന്നത്. ഓക്കെ, കോസ് ആൽഫ എക്സ് ബൈ ആർ. സിമിലർലി ഫ്രം റൈറ്റ് ട്രയാങ്കിൾ ഒ ബി പി, സിമിലർലി നമുക്ക് ഒ ബി പി എന്ന് നമുക്ക് പറയാം, കൊസൈൻ ബീറ്റ എന്ന് പറയുന്നത് എത്ര കിട്ടും, വൈ ബൈ. അത് 3 ഡയമെൻഷനിലേ അത് മനസ്സിലാവുള്ളൂ, വിഷ്വലൈസ് ചെയ്യുന്നതിന് ലേശം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സിമിലർലി നമുക്ക് ലാസ്റ്റ് നിന്ന് എന്ത് പറയാം, കോസ് ഗാമ ഇസഡ് ബൈ ആർ. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതുണ്ടോ, കറസ്പോണ്ടിങ് ഈ ഒ എ ആണ് ഈ കാണുന്ന ഒ എ, ഈ ഒ പി ആണ് ഈ കാണുന്ന ഒ പി, ഈ കാണുന്ന ഏതാണ് എ പി ആണ് ഈ കാണുന്ന എ പി, ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇത് എക്സ്, ഇത് ആറും കിട്ടും. സിമിലർലി കോസ് ബീറ്റ നമുക്ക് വൈ ബൈ, ആ ഒരു പാറ്റേൺ വെച്ചിട്ട് കോസ് ബീറ്റ വൈ ബൈ ആർ എന്ന് എഴുതാം, കോസ് ഗാമ ഇസഡ് ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, ദസ് ദി കോർഡിനേറ്റ് ഓഫ് പോയിന്റ് പി മേ ഓൾസോ എക്സ്പ്രസ്ഡ് ആസ് എന്തായിരിക്കും,
LR MR NR. എന്തുകൊണ്ടാണ്? കോസ് ആൽഫ എക്സ് ബൈ ആർ എന്ന് എഴുതാം. കോസ് ആൽഫയാണ് L. സോ എക്സിന് വരെ എനിക്ക് എന്തെന്ന് എഴുതാം? LR എന്ന് എഴുതാം. സിമിലർലി വൈക്ക് വരെ എന്തെന്ന് എഴുതാം? MR എന്ന് എഴുതാം. ഇസഡിന് വരെ എന്തെന്ന് എഴുതാം? NR എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഇവിടെ LR MR NR എന്ന് എഴുതിയിരിക്കുന്നത്. The number LR MR NR proportional to the direction cosine are called direction ratio. Okay, denoted by ABC. അതായിരിക്കും ആക്ച്വൽ കോർഡിനേറ്റ്. ഈ LR MR NR എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷൻ റേഷ്യോയുടെ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. Proportional to the direction cosines are called direction ratio of vector R, denoted by ABC respectively. L square plus M square plus N square എന്ന് പറയുന്ന 1, A square plus B square plus C square not equal to 1. ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇതിൻ്റെ പ്രൂഫ് നോക്കേണ്ട കാര്യമില്ല. L square plus M square plus N square is equal to 1. അതായത് ഇത് വെച്ച് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഈ L, ഈ M, ഈ N വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? L square plus M square plus N square ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ, നൗ അതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. നൗ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? L ഈക്വൽ ടു എക്സ് ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? L സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ. സിമിലർലി M സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? Y സ്ക്വയർ ബൈ ആർ സ്ക്വയർ. N സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? Z സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അങ്ങനെയാണ് L സ്ക്വയർ പ്ലസ് M സ്ക്വയർ പ്ലസ് N സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ, Y സ്ക്വയർ ബൈ ആർ സ്ക്വയർ, Z സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? അതിനെ സിംപ്ലിഫൈ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 1 കിട്ടുന്നത്. പക്ഷേ മറ്റേത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്തല്ല? 1 അല്ല. ഈ ഒരു പ്രോപ്പർട്ടി, ഇതൊക്കെ ബേസിക് പ്രോബ്ലം ചെയ്യുമ്പം ആവശ്യമുള്ള ബേസിക് പ്രോപ്പർട്ടീസ് ആണ്. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ആദ്യത്തെയാണ് സീറോ വെക്ടർ. എ വെക്ടർ ഹൂസ് ഇനിഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ് കോയിൻസൈഡ് ഈസ് കോൾഡ് സീറോ വെക്ടർ. മാഗ്നിറ്റ്യൂഡ് ഇല്ല, നൾ വെക്ടർ, ഡിനോട്ടഡ് ബൈ സീറോ. സീറോ വെക്ടർ cannot be assigned a definite direction as it has zero magnitude. Okay, it may be regarded as having any direction. The vector AABB represent എന്താണ്? സീറോ വെക്ടർ. കാരണം സീറോ വെക്ടർ ഒരു ഡയറക്ഷൻ ഇല്ല, സീറോ മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിൽ നിന്ന് എടുക്കാം. പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഡസിൻ മാറ്റർ. കാരണം ഒരു മാഗ്നിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ഡയറക്ഷനിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഈ ഡയറക്ഷനിലുണ്ട്, ഈ ഡയറക്ഷനിൽ സീറോ, ഈ ഡയറക്ഷനിൽ സീറോ എന്ന് പറയുന്നത് തമ്മിലൊരു വ്യത്യാസമില്ല, കാരണം മാഗ്നിറ്റ്യൂഡ് ഇല്ല. സോ നമ്മൾ ഏറ്റവും നല്ല ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ്. യൂണിറ്റ് വെക്ടർ. എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് യൂണിറ്റ് ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. അതായത് ഒരു യൂണിറ്റ് വെക്ടർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, യൂണിറ്റ് വെക്ടറിന് എക്സാമ്പിള് I/√2 പ്ലസ് J/√2. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എത്ര കിട്ടും? 1/√2 ഹോൾ സ്ക്വയർ, 1/√2 ഹോൾ സ്ക്വയർ, 1/2 പ്ലസ് 1/2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. കോ ഇനിഷ്യൽ വെക്ടർ. 2 or more വെക്ടർ ഹാവിംഗ് സെയിം ഇനിഷ്യൽ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇങ്ങനൊരു വെക്ടർ എ ഉണ്ട്, വെക്ടർ എ, വെക്ടർ ബി. ഇതിനെ രണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോ ഇനിഷ്യൽ വെക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, two vectors are to be equal if they have same magnitude and direction regardless of position of their initial point. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. ഇങ്ങനെ ഒരെണ്ണം വെക്ടറും വരാം, അതേ ഡയറക്ഷനിൽ തന്നെ
വേറെ ഇച്ചിരി മൂവ് ചെയ്താൽ കിടക്കുന്നു. ഒരേ പറഞ്ഞോന്നില്ല. ഇവിടെ മീനിങ് എന്താണ്? ഒരേ ഡയറക്ഷനിലായിരിക്കണം, ഒരേ മാഗ്നിറ്റ്യൂഡും ആയിരിക്കണം. Two vector A and B set to be equal if they have the same magnitude and direction regardless of the position of their initial point. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഈക്വൽ വെക്ടർ എന്ന് പറയുന്നു. Okay. Negative of a vector. A vector whose magnitude is the same as that of a given vector but direction opposite that is called negative of a vector. Okay. നെഗറ്റീവിന് എക്സാമ്പിൾ ഇങ്ങനൊരു വെക്ടർ ഉണ്ടെങ്കിൽ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഇത് വെക്ടർ എ ആണ്. ഇതെന്തായിരിക്കും? നെഗറ്റീവ് വെക്ടർ എ ആയിരിക്കും. A vector whose magnitude is the same as that of a given vector AB but direction is opposite to that is called a negative of the given vector. Vector BA is negative of the vector AB. Vector BA is negative of vector AB. ഇതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് AB, ഇത് വെക്ടർ BA, നെഗറ്റീവ് ഓഫ് വെക്ടർ AB എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. The vectors defined above such that any one of them may be subjected to its parallel displacement without changing its magnitude and direction. Such vectors are called free vectors. അതായത് ഈ ഒരു വെക്ടറിനെ ഇങ്ങനെ എടുത്ത് പാരലി മൂവ് ചെയ്യിക്കുക. അപ്പോഴും എന്ത് ചെയ്യുന്നു? അതിനൊരു മാറ്റവും വരുന്നില്ല. അതായത് നമ്മൾ പാരലൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതായത് ഇതേ ലെങ്തിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ചാലും പാരലി ഇങ്ങനെ മൂവ് ചെയ്താലും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും റിമെയിൻ സെയിം ആകും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീ വെക്ടേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഐഡന്റിഫൈ ദ ഫോളോയിങ് വെക്ടേഴ്സ്. കോ ഇനീഷ്യൽ. എന്താണ് കോ ഇനീഷ്യൽ? ഒരേ ഇനീഷ്യൽ പോയിന്റ് ഉള്ളത്. എയും ഡിയും നോക്കുക, ഒരേ ഇനീഷ്യൽ പോയിന്റ് ആണ്. കാരണം എ അങ്ങോട്ടും ഡി ഇങ്ങോട്ടും, എയും ഡി ആർ എന്താണ്? കോ ഇനീഷ്യൽ, ബിക്കോസ് ദേ ഹാവ് ദ സെയിം ഇനീഷ്യൽ പോയിന്റ്. ഈക്വൽ വെക്ടർ. ഈക്വൽ ആണ്, ഒരേ ഡയറക്ഷൻ ഒരേ മാഗ്നിറ്റ്യൂഡ് വരണം. എയും നോക്കണം, അത് ഡിയും ബിയും മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ബിയും ഡിയും ഡൗൺ ആണ്, പാരലാണ്. അപ്പൊ ബിയും ഡിയും മാത്രമേ എന്തുള്ളൂ? സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും. കൊളീനിയർ ബട്ട് നോട്ട് ഈക്വൽ. ഒരേ ലൈനിൽ വരണം, ഈക്വൽ അല്ല. അതേതാണ്? എയും സിയും ഒരേ ലൈനിലാണ്, പക്ഷെ ഈക്വൽ അല്ല. എന്തുകൊണ്ടാണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, അതായത് എ ഇങ്ങോട്ടാണെങ്കിൽ സി എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. സോ കൊളീനിയർ ബട്ട് നോട്ട് ഈക്വൽ എന്ന് പറയുന്നത് ഏതാണ്? എയും സിയും.